ഹായ് ഫ്രണ്ട്സ്, ബിച്ചാവാസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ചിലവ് കുറഞ്ഞ രൂപത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഹൈടെക് കോഴിക്കൂടുകളാണ്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ചെയ്തിരുന്ന വീഡിയോ 3 തട്ടുകളായിട്ട് ഒരേ ലെവലിൽ വരുന്ന ഹൈടെക് കോഴിക്കൂടായിരുന്നു. അത് അടച്ചുറപ്പുള്ള ഷെഡിൽ മാത്രം ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കോഴിക്കൂടായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് പുറത്ത് വെക്കാൻ പറ്റുന്ന പ്രൊട്ടക്റ്റഡ് സംവിധാനമുള്ള കോഴിക്കൂടുകളാണ്. സിംഗിൾ യൂണിറ്റ് ആയിട്ടും ഡബിൾ യൂണിറ്റായിട്ട് ചേർത്ത് വെക്കുന്നതും അതേസമയം 4 യൂണിറ്റായിട്ട് ഒരുമിച്ച് വെക്കുന്ന രൂപത്തിലും അത് തന്നെ മേൽക്കൂര ഉള്ളതും മേൽക്കൂര ഇല്ലാത്തതുമായിട്ടുള്ള കോഴിക്കൂടുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇനി ഈ കൂടുകളുടെ അനിമേഷൻ സ്കെച്ച് കാണുവാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ലേഔട്ട് 4 യൂണിറ്റുകൾ ഒരുമിച്ച് വരുന്ന ഹൈടെക് കൂടാണ്. ഇത് മേൽക്കൂര ഉള്ള രീതിയിൽ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലെ ഓരോ യൂണിറ്റിലും 10 കോഴികളെ ഇടാവുന്ന സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 4 യൂണിറ്റുകളിൽ കൂടി 40 കോഴികളെ വരെ ഇതിൽ കയറ്റാവുന്നതാണ്. ആദ്യം കാണിച്ച ലേഔട്ടിൽ നിന്നും വ്യത്യസ്തമായി മേൽക്കൂര ഇല്ലാതെയാണ് ഈ 4 യൂണിറ്റ് ഉള്ള കൂട് തയ്യാറാക്കിയിട്ടുള്ളത്. മേൽക്കൂര ഇല്ലാത്ത ഇത്തരം കൂടുകൾ മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് എന്ന് മാത്രം. ഈ മോഡൽ 2 യൂണിറ്റ് കൂടി ചേർന്നിട്ടുള്ള കൂടാണ്. ഇതിൽ ഒരു യൂണിറ്റിൽ 10 കോഴികൾ എന്ന നിലയിൽ മൊത്തം 20 കോഴികളെ കയറ്റാവുന്നതാണ്. ഈ കൂടിന് ഞങ്ങൾ വീലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വളരെ എളുപ്പമാണ്. പത്ത് കോഴികളെ മാത്രം കയറ്റാവുന്ന ഒരു സിമ്പിൾ കൂടാണ് ഇത്. ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ മോഡലുകളിലും സാധാരണ ഹൈടെക് കൂടുകളിൽ ഉണ്ടാവുന്ന പോലെ വാട്ടർ നിപ്പിൾ, ഫീഡിംഗ് ട്രേ, എഗ് ട്രേ എന്നീ സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ കൂടുകളുടെയും പ്രധാന പ്രത്യേകത ഫീഡിംഗ് ട്രേയും എഗ് ട്രേയും തുറക്കാൻ പറ്റുന്ന രൂപത്തിൽ കവർ ചെയ്തുകൊണ്ട് സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം കോഴിക്കൂടുകൾ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.